2025 യൂസ് ചെയ്യാൻ പറ്റിയ ഏറ്റവും കിടിലൻ വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷനാണ് ഈ ഒരു വീഡിയോ നോക്കാൻ പോകുന്നത്. സോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങളൊരു ക്രിയേറ്ററാണ്, അതായത് ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് പോസ്റ്റ് ചെയ്യുന്ന ആളാണ്, യൂട്യൂബിൽ വീഡിയോസ് ഇടുന്ന ആളാണ്, തീർച്ചയായും ഈ 3 വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അതായത് നിങ്ങൾക്ക് 2025 യൂസ് ചെയ്യാൻ പറ്റിയ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള 3 കിടിലൻ വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷനാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകും. എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ല അടിപൊളിയായിട്ടുള്ള പ്രൊഫഷണൽ രീതിയിലൊക്കെ എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന കിടിലൻ ഫീച്ചേഴ്സൊക്കെ ഉണ്ട്. സോ ഇപ്പോഴും വർത്തായിട്ടുള്ള വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ നമ്പർ 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ VN എഡിറ്ററാണ്. VN എഡിറ്റർ ഒരുപാട് പേര് യൂസ് ചെയ്യുന്നുണ്ടാവും. സോ സ്റ്റിൽ വർത്തായിട്ടുള്ളൊരു വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷനാണ് VN എഡിറ്റർ എന്നുള്ളത്. ഫ്രീ ആണ്. നിങ്ങൾക്ക് വാട്ടർമാർക്ക് ഇല്ലാതെ തന്നെ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. അതുമാത്രമല്ല ബേസിക് ഫീച്ചേഴ്സിനൊപ്പം അഡ്വാൻസ് ഫീച്ചേഴ്സിന് അവൈലബിൾ ആണ്. നല്ലൊരു കിടിലൻ ആപ്ലിക്കേഷനാണ് VN എഡിറ്റർ എന്നുള്ളത്. രണ്ടാമത്തെ ആപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ KineMaster ആണ്. KineMaster ഏറ്റവും മോസ്റ്റ്ലി യൂസ് ചെയ്ത ഒരു ആപ്ലിക്കേഷനാണ്. എൻ്റെ ഫേവറേറ്റ് ആപ്ലിക്കേഷൻ കൂടിയാണ് ഈ ഒരു KineMaster എന്നത്. KineMaster പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലാൻഡ്സ്കേപ്പ് മോഡിൽ നിങ്ങൾക്ക് വീഡിയോസ് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഫീച്ചേഴ്സൊക്കെ ഒരുപാട് ഫീച്ചേഴ്സ്, അഡ്വാൻസ് ഫീച്ചേഴ്സ് ഉണ്ട്. അതുപോലെ നിങ്ങൾക്ക് മെനൂസ് എല്ലാം വളരെ ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് യൂസർ ഫ്രണ്ട്ലി ആയിട്ട് യൂസ് ചെയ്യാനും പറ്റുന്ന ഒരു കിടിലൻ വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷനാണ് ഈ ഒരു KineMaster എന്നുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോസ് ക്വാളിറ്റി നഷ്ടപ്പെടാതെ തന്നെ എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കും. എന്തായാലും പ്രൊഫഷണലായിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ ഒന്ന് തന്നെയാണ് KineMaster എന്നുള്ളത്. മൂന്നാമത്തെ ആപ്ലിക്കേഷൻ ഏറ്റവും ലേറ്റസ്റ്റ് ഇൻസ്റ്റാഗ്രാം തന്നെ ലോഞ്ച് ചെയ്തൊരു ആപ്ലിക്കേഷനാണ് എഡിറ്റ്സ് എന്നുള്ള ഒരു ആപ്ലിക്കേഷൻ. അതായത് ഇൻസ്റ്റാഗ്രാം റീൽസ് എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഈ ഒരു എഡിറ്റ്സ് എന്നുള്ളത്. അതായത് CapCut ഒരുപാട് രാജ്യങ്ങളിൽ ബാൻ ചെയ്തപ്പോൾ ഈ ഒരു എഡിറ്റ്സ് എന്നുള്ള ആപ്ലിക്കേഷൻ ഒരുപാട് പേര് യൂസ് ചെയ്യാൻ തുടങ്ങി. അതുപോലെ തന്നെ അപ്പോൾ ലോഞ്ച് ചെയ്തൊരു ആപ്ലിക്കേഷൻ കൂടെയാണ് ഈ എഡിറ്റ്സ് എന്നുള്ളത്. നിങ്ങൾക്ക് ബേസിക്കായിട്ടുള്ള ഫീച്ചേഴ്സൊക്കെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം റീൽസ് വീഡിയോസ് എഡിറ്റ് ചെയ്യണമെങ്കിൽ തീർച്ചയായും നല്ലൊരു അടിപൊളി ആപ്ലിക്കേഷനാണ് ഈ ഒരു ആപ്ലിക്കേഷൻ. സോ വളരെ യൂസ്ഫുൾ ആണ്. പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഒരുപാട് അഡ്വാൻസ് ഫീച്ചേഴ്സൊക്കെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതിൽ ഡയറക്റ്റ് തന്നെ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം റീൽസിൽ പോസ്റ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ഒരു അടിപൊളി വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷനാണ് ഈ ഒരു എഡിറ്റ്സ് എന്നുള്ളത്. സോ അന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇപ്പോൾ ഏത് വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ യൂസ് ചെയ്യണമെങ്കിലും നിങ്ങൾക്ക് ആ ബേസിക് ഫങ്ഷൻസ് അതുപോലെ തന്നെ അഡ്വാൻസ് ഫീച്ചേഴ്സൊക്കെ നിങ്ങൾ ലേൺ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് നല്ലൊരു ഔട്ട്പുട്ട് തന്നെ ലഭിക്കും. അപ്പോൾ എന്തായാലും അടിപൊളിയായിട്ട് വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ ജസ്റ്റ് എല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുക. സോ അതിലിപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വീഡിയോ എഡിറ്ററിൽ എഡിറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായും നല്ലൊരു ഔട്ട്പുട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.